ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് സച്ചുവിന് ചെറിയൊരു ജലദോഷം. അപ്പം നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. അതും പ്രൈവറ്റ് ഹോസ്പിറ്റൽ. നേഴ്സുമാരെ കാണുമ്പോൾ കരച്ചിലായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഹോമിയോ ആശുപത്രി പോകണം. ഇന്നത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണാം. ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാ ആണോന്ന് ചോദിച്ചാൽ ആണ് അല്ലേട്ടെ. മൊത്തം എല്ലാം രാവിലെ തുടങ്ങി എടുക്കൽ നടക്കുമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ചച്ചോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ആൾക്കാരോട്? എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ഓക്കെ, നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇച്ചു എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പം ഇന്ന് തിരക്കേടില്ലാത്തൊരു ദിവസം. ഇന്ന് മഴയില്ലാന്ന് തോന്നുന്നു. ഇച്ചിരി വെയിൽ കാണുന്നുണ്ട്. ലിച്ചുവിന് ചുമയുണ്ട്. ലിച്ചുവിന് മരുന്ന് മേടിക്കുന്നുണ്ട്. പറയിച്ചു ചുമയുണ്ട് പറ. അയ്യോ, അതിപ്പം ചുമയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അഭിനയിക്കുകയാണല്ലോ. സാധാരണ പോലെ പറ. അതെ, ഇപ്പം ഇച്ചുവിനും ചുമയുണ്ട്. ഹോമിയോയിൽ നല്ല മധുരമുള്ള മരുന്നാണല്ലോ. അപ്പം നമ്മൾ മേടിച്ചിട്ട് വരാം. ഞങ്ങളുടെ ടൗൺ ടൗൺ ഇങ്ങോട്ട് പോയാൽ നമ്മളെന്നും കുളിക്കാൻ വന്ന പുഴയാണ് കേട്ടോ. ഗൈസ് എവിടെയാണ് ഗൈസ്? ഒരു പുഴ. ഇച്ചെന്റെ ടീച്ചറിന്റെ വീട് എവിടെയാണ്? മഞ്ജു ടീച്ചർ. ഞങ്ങളെ UKG പഠിപ്പിച്ച LKG പഠിപ്പിച്ച ടീച്ചറാണ്. വീട് ടീച്ചറെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടതാണ്. പത്രം വായിക്കാനാണ് വന്നത്. ഈ ആശുപത്രിയിലോട്ട് വരുമ്പോൾ നല്ല രസമാണ്. ഭയങ്കര പ്രകൃതി രമണീയമുള്ള സ്ഥലം. പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മുടെ. ഇവിടെ ഒരു പാലമുണ്ട്. ഫോട്ടോ എടുക്കാൻ നിർത്തിയേക്കുന്ന ആള് ഏത് പുഴയോ? നടുക്കോട്ട് വന്ന് കയറി കേട്ടാ. ഓ, അവര് ചർച്ചയിലാണ്. പുഴ കൊടുക്കുന്നുണ്ടോ, സാധനം മേടിക്കുന്നുണ്ടോ? നമ്മൾ ആശുപത്രി പോകുന്ന വഴിക്ക് അവിടെ ഒരു പാലമുണ്ട്. സൂപ്പർ പാലമാണ്. ഞങ്ങളത് കാണിച്ചു തരാവേ. ചുവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലം. വീട്ടിലിരിക്കുന്ന അത് ഇഷ്ടമല്ല അല്ലേ ചച്ചു? അല്ലടാ കൂട്ടാപ്പ? തന്നെ മോനെ ചേച്ചി പറയുക. ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ മഴയില്ലായിരുന്നു, ഇറങ്ങാമായിരുന്നു. തിരിച്ച് നേരത്തെ പറഞ്ഞ പാലം ഇതാണ്. ഇതാണ് നമ്മൾ വരുന്ന ആശുപത്രി, ഹോമിയോ. ഗവൺമെന്റ് ആശുപത്രിക്ക് പ്രമോഷൻ കൊടുക്കണം. എൻ്റെ കൊച്ചു മാത്രമേ ഇന്നിങ്ങനെ അവധി വന്നേ. ഗവൺമെന്റ് ആശുപത്രികളൊക്കെ അവധി ഉണ്ടോ? ഇല്ല.
വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന ഹോട്ടലാന്ന് അയച്ചുവിൻ്റെ വിചാരം. അയച്ചുവിൻ്റെ ദാഹമായി, വിശപ്പായി. വീട്ടിൽ നിന്ന് അല്ല അതിപ്പോ കുപ്പിയിൽ വെള്ളം മേടിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഞാൻ അവിടെ മേടിച്ച് നോക്കാൻ പോകാം. ആ എവിടെ ഏത് സൈഡിലോട്ട് തിരിഞ്ഞാലും നമ്മുടെ ഇവിടെ പുഴയാണ്. ഈ സൈഡിലോട്ട് തിരിഞ്ഞാൽ കൊടും വനം. ഞാൻ ഉദ്ദേശിച്ച സൈഡിൽ നിന്ന് മനസ്സിലായിട്ടല്ലേ നമ്മൾ ഏതൊക്കെ വഴി കൂടെ വന്നു ആ വഴികളിലൊക്കെ ഒരു പുഴയുണ്ടെന്നോ ചൂണ്ടിട്ടല്ലോ. അങ്ങനെ നമ്മൾ കേളകം എത്തി. ഇവിടെ ചെറിയൊരു മേള നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് കയറിയിട്ട് പോവാം. ചോടപ്പോ ആകെ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ടോ? വണ്ടി അയച്ചു. വണ്ടി നമ്മൾ നീ ഓരോന്ന് കാണിച്ച കണ്ണ് നീ ഓരോന്ന് കാണിച്ചാൽ പ്രോത്സാഹിപ്പിക്കരുത്. അത് ആദ്യം ഇതെടുത്താലോ കേട്ടോ. സച്ചിനെ ഇരുത്തി കുളിപ്പിക്കാം. ഞാൻ കയറിയത് ഒരു ഗ്ലാസ് ഒരു ബാഗ് നോക്കാൻ, വാനിറ്റി ബാഗ് നോക്കാൻ. അത് രണ്ടും നോക്കാതെ ബാഗ് ഞാൻ നോക്കുമ്പോൾ വലിയ സെലക്ഷൻ ഇല്ല. അത് രണ്ടും മേടിക്കാതെ ഞങ്ങൾ ബാക്കിയെല്ലാം മേടിച്ചു. എന്തേ പോണു എനിക്കത് പറഞ്ഞു കണ്ടിക്ക് വെക്കും. നമ്മൾ സച്ചുവിന് മേടിച്ച വണ്ടി. സച്ചു ഓടിക്കാൻ പറ്റും. അവിടെ വണ്ടി വേണം. നല്ല രസമുണ്ടല്ലേ? ചിരിക്കില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തുടങ്ങിയുള്ള മഴയാണ് നിങ്ങളീ കാണുന്നത്. ഓടിച്ചാട്ടി നലച്ചോട്ട് വീണ് കഴിയുമ്പോൾ പഠിക്കും. മുമ്പോട്ട് വെച്ചു. വണ്ടിയുള്ള എല്ലാ വീട്ടുകാരും കൂടെ വിളിക്കണ്ടായിരുന്നു. വണ്ടിയുള്ളതും വഴി ഉപയോഗിക്കുന്നവരും. സച്ചോ എവിടെ വിളിച്ചേക്കാം? എടാ നീ എവിടെ പോടാ? ഞങ്ങൾ പമ്പ് വരെ പോകുന്ന പറയാം. അവൻ രാവിലെ തുടങ്ങി വണ്ടിക്കകത്ത്, ഉച്ച കഴിഞ്ഞ് പറമ്പിക്കൂടെ പെരക്കകത്തിരിക്കുക ഇറക്കാം. കഴിച്ച് നമ്മളങ്ങനെ ഇന്ന് സേവനവാരത്തിന് ഇറങ്ങണം. ഇന്ന് നമ്മൾ പഞ്ചായത്ത് റോഡ് അടിച്ചു വരാൻ പോകുന്നത്. ഓ എന്ത് നല്ല ഇത് റബ്ബർ കാണാൻ എന്ത് രസം. ഇല പൊഴിഞ്ഞ നമ്മളിപ്പോൾ ഷോർട്ട് വഴി കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്തിനാണ് ഈ റോഡ് അടിച്ചു വരുന്നതെന്ന് വെച്ചാൽ ഈ റോഡിൽ മഴയും കാറ്റും വന്ന് കരികില വീണിട്ട് റോഡ് ഫുള്ള് കരികിലാണ്. അതായത് നമ്മുടെ ഇങ്ങോട്ടുള്ള റോഡ് അത്യാവശ്യം കയറ്റമാണ്. അപ്പം നമ്മുടെ തന്നെ വണ്ടിയാണെങ്കിലും മറ്റുള്ളവരുടെ വണ്ടിയാണെങ്കിലും വരുമ്പോഴത്തേക്കും ഈ വണ്ടി കരികിലയിൽ ഇതായിട്ട് ഒന്നെങ്കിൽ വണ്ടി നിന്ന് പോയിട്ട് പിന്നെ അത് കയറാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് വണ്ടി ഇറങ്ങി പോകുമ്പം ഭയങ്കര പാട്, ബ്രേക്ക് കിട്ടാതെ പോകുന്ന പോലെ. അപ്പം നമുക്ക് 2-3 ദിവസം കുറച്ച് ദിവസം പിള്ളേർക്ക് അവധിയായിരുന്നുകൊണ്ട് ഓട്ടോയും കാര്യങ്ങളൊന്നും വരില്ല. നാളെ തിങ്കളാഴ്ച തുടങ്ങി ഇവർക്ക് പരീക്ഷയും വണ്ടികളും കാര്യങ്ങളൊക്കെ വരണം. ഓട്ടോറിക്ഷയ്ക്കാണ് ഇവർ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര അപകടമാണ്. അപ്പോൾ നമ്മൾ അടുത്ത് താമസിക്കുന്ന എല്ലാവരും എന്നല്ല, അടുത്ത് താമസിക്കുന്ന ഏകദേശം ഒരു 3 വീട്ടുകാരെല്ലാം കൂടിയിട്ട് നമ്മൾ ഈ റോഡൊന്ന് വൃത്തിയാക്കി ഇട്ടതാണ് നിങ്ങളീ വൃത്തിയാക്കി ഇടുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അപ്പം വരുന്നുണ്ടോ? വണ്ടി പോണെങ്കിൽ പൈസ വെച്ചിട്ട് വേണം പോകാൻ.
ഈ റോഡ് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇത് ഇത്രയല്ലേ ഉള്ളത്, രണ്ട് സൈഡ് അങ്ങ് അടിച്ചു കൂട്ടി വന്നു. പക്ഷെ മഴ നനഞ്ഞ കരിയില ഈ റോഡിൽ നിന്ന് അടിച്ച് വാരി ഇതിങ്ങനെ കളയാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇത് അടിച്ചിട്ടിട്ട് നീങ്ങുന്നുമില്ല. ഒരു തരത്തിലാണ് ഇതൊന്ന് ഇത്രയാക്കിയെടുത്തത്. പിന്നെ അല്ലെങ്കിൽ സാധനത്താ ഇവിടുന്ന് ബ്രേക്ക് കിട്ടിയുള്ള സാധനം താഴെ കുളമുണ്ട്, നേരെ കുളത്തിൽ പോയി കുളിച്ച് കയറി വരാം. ഞാനില്ല. എങ്ങനെയാ റാബിച്ചിന്റെ മിറ്റം കൂടെ അടിക്കണോ? ഏതായാലും ഈ കൂടുതൽ റാബി ചേച്ചിയെ ചായയും പഴംപോലും തരാണ് മീറ്റം കൂടെ കൊടുത്ത്. അവനൊന്നുണ്ടോ? രാവിലെ ഒന്നുണ്ടായിരുന്നോ? ഇതെന്നാ കൈ പിടിക്കുന്നേ? പിന്നെ മീനോ? വെള്ളം കയറി മീൻ പിടിക്കുന്നവരെ തൂത്തെടുത്ത് തന്നെ പിന്നെ നോക്കുന്നു. ഞാൻ കറക്റ്റ് കാറ് പോകുന്ന ആ ഒരു കാറിൻ്റെ ആ വീലിനനുസരിച്ച് റൂട്ടിൻ്റെ കാര്യമില്ല. മൊത്തം കൂട്ടുന്നാല് റോഡടിച്ച് വരുമെന്ന് പറഞ്ഞ് വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകും. പൊന്നയ്ക്ക് ചായ വേണം. ഇതിൻ്റെ കൂടെ എന്നാണ് ഒരു മിക്കവാറും ജലദോഷം പഠിച്ചു മമ്മി അങ്ങോട്ട് പോയി. അപ്പൊ നനഞ്ഞോ? ആ കൊട ആവശ്യമില്ല. മറിയാമയോ എന്നാണോ പറഞ്ഞു? ഇടിച്ചു കൊണ്ടുവന്നേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കുളിക്കുക, ഭക്ഷണം കഴിക്കുക. ഇനി നാളെ പരീക്ഷയാണ്. അവളെ കൊച്ചിനെ കുറച്ച് നേരം പഠിപ്പിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ബാക്കിയുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ ഓരോ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ. ഓ നമ്മുടെ ഷീറ്റിൻ്റെ മുകളിൽ നോക്കിയ കരികല. അമ്മേ